ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഒരു തരത്തിലുള്ള നിഴൽ യുദ്ധവും അനുവദിക്കില്ലെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാനിലുണ്ടായ ജീവഹാനിയിൽ അനുശോചനം അറിയിച്ച് പുറത്തിറക്കിയ പ്രസ്താവന കൊളംബിയ പിൻവലിച്ചു. രാജ്യത്തെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ പുതുതലമുറ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണങ്ങൾ നടത്താനൊരുങ്ങി ഇന്ത്യൻ സൈന്യം. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ 25ാമത് പതിപ്പ് നാളെ രാജ്യമെമ്പാടും തിരങ്ക റാലിയായി ആഘോഷിക്കും. കേരളത്തിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഒരു തരത്തിലുള്ള നിഴൽ യുദ്ധവും അനുവദിക്കില്ലെന്നും അത്തരം ഭീകരപ്രവർത്തനങ്ങൾക്ക് ശക്തമായി മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സ്ത്രീ ശാക്തീകരണ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകമാതാ ദേവി അഹല്യാഭായിയുടെ 300ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പഹൽഗാമിലെ ഭീകരാക്രമണം ഇന്ത്യയിലെ സ്ത്രീശക്തിക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നും അത് അക്രമികൾക്ക് മരണമണിയായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നിരവധി മേഖലകളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അവരുടെ മനോവീര്യവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. हमारी सरकार विमेन लेड डेवलपमेंट के विजन को विकास की धुरी बना रही है. सरकार के हर बड़ी योजना के केंद्र में माताएं, बहनें, बेटियां हैं. गरीबों के लिए 4 करोड़ घर बनाए जा चुके हैं और इनमें से अधिकतर घर हमारी माताओं बहनों के नाम पर है. ഇൻഡോർ മെട്രോയുടെ ആദ്യഘട്ടവും സത്നയിലും ദാത്തിയയിലും 2 പ്രാദേശിക വിമാനത്താവളങ്ങളും ഉൾപ്പെടെ പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 1271 അടൽ ഗ്രാമസേവാ സദനുകളുടെ നിർമ്മാണത്തിനുള്ള ആദ്യ ഗഡുവും ശ്രീ മോദി വിതരണം ചെയ്തു. പൊഖ്രാൻ, ബാബിന ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകൾ, ജോഷിമഠ് എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം പുതുതലമുറ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണങ്ങൾ നടത്തുന്നു. യുദ്ധകാല സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് പരീക്ഷണങ്ങൾ നടത്തുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ ഭാഗമായി വിപുലമായ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ ഉപകരണങ്ങളുടെ പ്രദർശനം ആഗ്രയിലും ഗോപാൽപൂരിലും നടക്കും. യുഎസ് സന്ദർശിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി യുഎസ് ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡോവുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും ഉഭയകക്ഷി ചർച്ച നടത്തി. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിലെ സഹകരണവും ധനകാര്യ പ്രക്രിയകളിലെ ഏകോപനം ഉൾപ്പെടെ സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികളെക്കുറിച്ച് വിദേശകാര്യ സെക്രട്ടറി ചർച്ച ചെയ്തു. കൂടാതെ ഇന്ത്യ യുഎസ് ഉഭയകക്ഷി വ്യാപാര കരാറിലെ പുരോഗതിയും അദ്ദേഹം അവലോകനം ചെയ്തു. ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനായി വ്യവസായ പ്രതിനിധികളുമായി വട്ടമേശ സമ്മേളനത്തിനും സന്ദർശന വേളയിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലുണ്ടായ ജീവഹാനിയിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് കൊളംബിയ പുറത്തിറക്കിയ പ്രസ്താവന ഔദ്യോഗികമായി പിൻവലിച്ചു. കൊളംബിയ വിദേശകാര്യ ഉപമന്ത്രി റോസ യോലാൻഡ വില്ലാവിസെൻസിയോയുമായി കോൺഗ്രസ് എംപി ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പ്രതിനിധി സംഘം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കൊളംബിയ പ്രസ്താവന പിൻവലിച്ചത്. പ്രതിനിധി സംഘം സമീപകാല സംഭവങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വീക്ഷണം കൊളംബിയൻ മന്ത്രിമാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും അറിയിക്കുകയും കൊളംബിയയുടെ പ്രസ്താവനയിൽ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്രസ്താവന പിൻവലിച്ചതായും ഇന്ത്യയുടെ നിലപാട് ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും കൊളംബിയൻ മന്ത്രിമാർ ഉറപ്പു നൽകിയതായി തരൂർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. The President is quite correct. We value very much the connection with BRICS, which we are a founding member. We are also very, very attached to the growth of the global south, the countries of the developing world. And as far as India, which recently chaired the global south, is concerned, we would love to march together on the adventure of development and progress. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ 25ാമത് പതിപ്പ് നാളെ രാജ്യമെമ്പാടും പ്രത്യേക തിരങ്ക റാലിയായി ആഘോഷിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഡൽഹിയിൽ പരിപാടിക്ക് നേതൃത്വം നൽകും. ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നതിനാൽ ഈ പരിപാടി ശാരീരികക്ഷമതയിൽ സൈക്ലിംഗിന്റെ പങ്കിനെക്കുറിച്ചുള്ള സന്ദേശം ശക്തിപ്പെടുത്താനും ഇന്ത്യയുടെ സായുധ സേനയ്ക്കുള്ള കൂട്ടായ ആദരവുമാകുമെന്ന് കായിക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 2000-ത്തിലധികം സ്ഥലങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കും.
ജൻ ഔഷധി കേന്ദ്ര പഠനാനുഭവ പരിപാടിക്ക് നാളെ തുടക്കമാകും. യുവജനകാര്യ കായിക മന്ത്രാലയം ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള ഓരോ ജില്ലയിലെയും 5 ജൻ ഔഷധി കേന്ദ്രങ്ങളിലേക്ക് 5 യുവ വോളണ്ടിയർമാരെ നിയോഗിക്കും. ദൈനംദിന പ്രവർത്തനങ്ങളിൽ സഹായിക്കുക, മെഡിസിൻ മാനേജ്മെന്റിനെ പിന്തുണയ്ക്കുക, ജനറിക് മരുന്നുകളുടെയും പൊതുജനാരോഗ്യ സാക്ഷരതയെയും കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക എന്നിവയുൾപ്പെടെ നിരവധി ഉത്തരവാദിത്തങ്ങളിൽ ഇവരെ ഉൾപ്പെടുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പുകയില ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നു. ആകർഷകമായ രുചികളിലും പാക്കേജിംഗിലും വരുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എടുത്തുകാണിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പുകയില, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളിലെ വ്യവസായ തന്ത്രങ്ങളെ അനാവരണം ചെയ്യുക എന്നതാണ് ഇക്കൊല്ലത്തെ പ്രമേയം. തിരുവനന്തപുരം ആകാശവാണി നിലയം സന്ദർശിച്ച് ചലച്ചിത്ര നടൻ മോഹൻലാൽ. ആകാശവാണിയിൽ പ്രത്യേക പരിപാടിയുടെ റെക്കോർഡിംഗിന്റെ ഭാഗമായാണ് അദ്ദേഹം എത്തിയത്. പരിപാടിയിൽ ആകാശവാണിയെക്കുറിച്ചുള്ള തന്റെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. ടെലിവിഷൻ, ഇന്റർനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ വരുന്നതിന് മുൻപ് തന്റെ തലമുറയുടെ ഏക വിനോദ ഉപാധി ആകാശവാണി മാത്രമായിരുന്നുവെന്ന് ശ്രീ മോഹൻലാൽ പറഞ്ഞു. കുട്ടിക്കാലത്ത് റേഡിയോ സുപരിചിതമാക്കിയ ബാലലോകം, റേഡിയോ അമ്മാവൻ ഉൾപ്പെടെയുള്ള പരിപാടികളെയും അദ്ദേഹം അനുസ്മരിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വരും മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ യാത്രാ സംഘത്തിന്റെ ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഭക്ഷണ, പോഷകാഹാര സംബന്ധിയായ പരീക്ഷണങ്ങൾ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. വരാനിരിക്കുന്ന ആക്സിയം മിഷൻ 4ന്റെ ഭാഗമായാണ് പരീക്ഷണങ്ങൾ നടത്തുക. ഭൂമിയുടെ അവസ്ഥയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബഹിരാകാശത്ത് സസ്യ ജീവജാലങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട വിവിധ മാറ്റങ്ങൾ പഠനവിധേയമാക്കുമെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്കായി പരിശീലനം ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ യാത്രികരുടെ ആദ്യ സംഘത്തിലെ അംഗമാണ് ക്യാപ്റ്റൻ ശുക്ല. CBI രജിസ്റ്റർ ചെയ്ത തൊഴിൽ തട്ടിപ്പ് കേസിൽ വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് RJD നേതാവും മുൻ റെയിൽവേ മന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 2004 മുതൽ 2009 വരെയുള്ള കാലയളവിൽ യാദവിന്റെ കുടുംബത്തിനോ ബന്ധുക്കൾക്കോ കൈമാറിയ ഭൂമിക്ക് പകരമായി റെയിൽവേയിൽ ജോലി നൽകിയെന്ന ആരോപണത്തിലാണ് കേസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥികളുടെ പ്രചാരണം മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. അടുത്ത മാസം 19-നാണ് വോട്ടെടുപ്പ്, 23-നാണ് വോട്ടെണ്ണൽ. കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ 4 വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. മഴക്കെടുതിയും പ്രതികൂല കാലാവസ്ഥയും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ നേരിടാൻ വകുപ്പ് പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച രാവിലെ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. വികസിത കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നു. തുമ്പമൺ, പന്തളം എന്നിവിടങ്ങളിലാണ് ഇന്ന് ക്യാമ്പയിൻ. ഇതുകൂടാതെ ഓൺലൈൻ ക്യാമ്പയിനും നടക്കും. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, കാർഷിക വികസന ക്ഷേമ വകുപ്പ്, ആത്മാ പത്തനംതിട്ട എന്നിവ സംയുക്തമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിൽ നിരുപാധിക വെടിനിർത്തലിന് തയ്യാറാകുന്നുവെന്ന വാർത്ത റഷ്യ തള്ളി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഔപചാരികമായി ഒരു കരാർ ഒപ്പിടുന്നതുവരെ ആക്രമണം തുടരുമെന്ന് റഷ്യൻ പ്രതിരോധ സമിതി ചെയർമാൻ ആൻഡ്രി കാർട്ടപോളോ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഒരു തരത്തിലുള്ള നിഴൽ യുദ്ധവും അനുവദിക്കില്ലെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാനിലുണ്ടായ ജീവഹാനിയിൽ അനുശോചനം അറിയിച്ച് പുറത്തിറക്കിയ പ്രസ്താവന കൊളംബിയ പിൻവലിച്ചു. രാജ്യത്തെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ പുതുതലമുറ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണങ്ങൾ നടത്താനൊരുങ്ങി ഇന്ത്യൻ സൈന്യം. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ 25ാമത് പതിപ്പ് നാളെ രാജ്യമെമ്പാടും തിരങ്ക റാലിയായി ആഘോഷിക്കും. കേരളത്തിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.